കന്നുകാലികളുടെ വിശ്രമ കേന്ദ്രത്തിൽ അർപ്പിച്ച ദിവ്യബലിയെക്കുറിച്ച് എഴുത്തുകാരനായ ഫാദർ ജൺസൺ ലാസ്ലെറ്റ് എഴുതിയൊരനുഭവം ഏറെ ശ്രദ്ധേയമാണ്. പുതുവത്സരത്തിലെ ആദ്യ ദിനത്തിൽ തെലങ്കാനയിലെ ഞങ്ങളുടെ മിഷൻ ഇടവകയിലായിരുന്നു അന്ന് ഞാൻ. വികാരിയായ നിഖിലച്ചൻ അന്ന് വൈകിട്ട് ഒരു ഗ്രാമത്തിൽ കുർബാനയ്ക്ക് വരാമോ എന്ന് എന്നോട് ചോദിച്ചു. രാത്രി 7 മണിക്കാണ് വിശുദ്ധ കുർബാന. എങ്കിലും അവിടെ എത്തിയപ്പോൾ ഒരുക്കങ്ങൾ നടക്കുന്നതേയുള്ളൂ. ഗ്രാമത്തിൽ 4-5 കത്തോലിക്ക കുടുംബങ്ങളേ ഉള്ളൂ. ടെൻറ്റ് കെട്ടി ഒരു വീട്ടിലെ മേശ കൊണ്ടുവന്ന് അതിന്മേൽ പുതപ്പ് വിരിച്ച് അൾത്താരി ഒരുക്കി. നിലത്ത് പ്ലാസ്റ്റിക് ചാക്കുകൾ തുന്നിച്ചേർത്ത ഷീറ്റ് വിരിച്ച് ഇരിപ്പിടം സജ്ജമാക്കിയാണ് അവർ കുർബാനയ്ക്കായി ഒരുങ്ങിയത്. സർവേശ്വരുടു പിതാ പുത്ര പവിത്രാത്മദേവുడు మీ అందరినీ. ആ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. രാത്രികാലങ്ങളിൽ കന്നുകാലികളെ കെട്ടുന്നതും ചിലർ ചാണകം കൂട്ടിയിടുന്നതും അവിടെയായിരുന്നു. അവയെല്ലാം വൃത്തിയാക്കിയാണ് ആ ചെറിയ ഇടം താൽക്കാലിക ദേവാലയമാക്കിയത്. കുർബാന മധ്യേ ഞാൻ പറഞ്ഞു, ക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിലും കാലികൾ കിടക്കുന്ന സ്ഥലത്താണ് ഇന്ന് ക്രിസ്തു ജനിക്കുന്നതും. ഈ സ്ഥലത്ത് ഒരു ചെറിയ ദേവാലയം പണിയണമെന്നാണ് ഞങ്ങൾ വൈദികരുടെ ആഗ്രഹം. അതിനുള്ള സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. സാമ്പത്തികം ഞങ്ങൾ കരുതാം. മറ്റ് സഹായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ ആനന്ദത്തോടെയും കരഘോഷത്തോടെയുമാണ് അവർ ആ വാർത്ത വരവേറ്റത്. അന്നത്തെ ആ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കത്തോലിക്കരല്ലാത്തവരും ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ കുർബാന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാ, ഞാൻ വേറെ പള്ളിയിലാണ് പോകാറുള്ളത്. എന്നാൽ കത്തോലിക്ക സഭയിലേക്ക് വരണമെന്നുണ്ട്. എനിക്ക് കുറച്ച് നിയോഗങ്ങളും പ്രാർത്ഥനകളുമുണ്ട്. എല്ലാം ശരിയാകാൻ പ്രാർത്ഥിക്കണേ. ആ യുവാവായിരുന്നു അന്നത്തെ സൗണ്ട് സിസ്റ്റം സ്പോൺസർ ചെയ്തതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നെ അതിശയപ്പെടുത്തി. ക്രിസ്തുവിനെ തേടിയുള്ള യാത്രയാണ് നമ്മുടേത്. കൂടുതൽ സൗകര്യങ്ങളുള്ള ദേവാലയങ്ങളും ഭവനങ്ങളുമെല്ലാം വന്നപ്പോൾ അവനെ കണ്ടെത്താനും ആരാധിക്കാനും പലപ്പോഴും നമുക്ക് സമയമില്ല. എന്നാൽ സൗകര്യങ്ങൾ അധികമില്ലാത്തിടങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ അവൻ ഇന്നും സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും സകലരും തിരക്കിലാണ്. തിരക്ക് വർദ്ധിപ്പിച്ച് ദൈവിക കാര്യങ്ങളിൽ നിന്നും നമ്മെ അകറ്റാൻ പിശാച് നന്നായി പ്രവർത്തിക്കുന്നുമുണ്ട്. അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്താനും ക്രിസ്തു നമ്മെ കണ്ടെത്താനും അങ്ങനെ പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യാനും നമുക്ക് ഇടവരട്ടെ എന്ന ആശംസയോടെയാണ് അച്ഛൻ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്.